Good morning, students. Welcome to today's class. So we are discussing about the quantization error. So there are three types of quantization error. That is input quantization error, product quantization error, and coefficient quantization error. In this section, we are discussing about product quantization error. Okay, in fixed point arithmetic, the product of two bits, that is the product quantization error simply പറയുകയാണെങ്കിൽ നമ്മൾ ഫിക്സ്ഡ് പോയിന്റ് റെപ്രസെൻറ്റേഷനിൽ ബിറ്റ് ബി ഉള്ള രണ്ട് നമ്പേഴ്സ്, ഓക്കെ, അതിൻ്റെ സൈസ് ബി ബിറ്റുള്ള രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ വി ഗെറ്റ് 2b ബിറ്റ്, 2b ബിറ്റ് ലെങ്ത് ഉള്ള നമ്പർ നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, ആ നമ്പർ നമ്മളുടെ ഈ സിഗ്നൽ പ്രോസസ്സിങ്ങിൽ ചിലപ്പോൾ ബി രജിസ്റ്റർ, അതായത് ബി ബിറ്റുള്ള രജിസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. സോ ഈ 2b ബിറ്റുള്ള ഈ ഒരു റിസൾട്ട് നമുക്ക് ഈ ബി മെമ്മറി ലൊക്കേഷനുള്ള രജിസ്റ്ററിലോട്ട് സേവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ 2b ബിറ്റിനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ബി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന എററാണ് പ്രൊഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ. അപ്പോൾ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ലെങ്തി ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുമ്പോൾ അത് സേവ് ചെയ്യാനും വേണ്ടി അത് റെഡ്യൂസ് ചെയ്തിട്ട് ബി ബിറ്റ് ആക്കുമ്പോൾ ഉണ്ടാകുന്ന എററാണ് പ്രൊഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ. ഓക്കെ, so in digital signal processing, it is necessary to round this product to a b bit number, so which produces an error which is known as product quantization error or product round off noise. Okay, then the model for fixed point round off noise following a multiplication is shown in figure. Okay, ഇതാണ് ഒരു ഫിക്സ്ഡ് പോയിന്റ് റൗണ്ട് ഓഫ് മോഡലിന്റെ ഒരു ഫിഗർ. ഓക്കെ, ഫിക്സ്ഡ് പോയിന്റ് റൗണ്ട് ഓഫ് മോഡലിന്റെ ഫിഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻപുട്ട് എക്സ് ഓഫ് എൻ ആയിരിക്കും. ഈ എക്സ് ഓഫ് എൻ എന്നുള്ള ഇൻപുട്ടിനെ നമ്മൾ സാമ്പിൾ ചെയ്ത് ക്വാണ്ടൈസ് ചെയ്തിട്ട് സാമ്പിൾ ചെയ്യുമ്പോൾ എക്സ് ഓഫ് എൻ കിട്ടും. ഈ എക്സ് ഓഫ് എൻ എന്നുള്ള ഇൻപുട്ടിനെ നമ്മൾ ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എക്സ് ക്യൂ ഓഫ് എൻ എന്നുള്ള ക്വാണ്ടൈസ് ചെയ്തതിനു ശേഷം എക്സ് ക്യൂ ഓഫ് എൻ കിട്ടും. ഈ ക്വാണ്ടൈസ് ചെയ്തിട്ടുള്ള എക്സ് ക്യൂ ഓഫ് എൻ്റെ കൂടെ ഒരു എ എന്നുള്ള ഒരു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് കൂടെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇ ഓഫ് എൻ എന്നുള്ള ഒരു എറർ വരും. സോ വി ഗെറ്റ് ഔട്ട്പുട്ട് ആസ് വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് ക്യൂ ഓഫ് എൻ പ്ലസ് ഇ ഓഫ് എൻ. ഓക്കെ, എ ഇൻറ്റു എക്സ് ക്യൂ ഓഫ് എൻ പ്ലസ് ഇ ഓഫ് എൻ. ഇ ഓഫ് എൻ എന്നാൽ ഇവിടെ കറസ്പോണ്ടിങ് ഉണ്ടാകുന്ന എറർ. ഓക്കെ, ദ മൾട്ടിപ്ലിക്കേഷൻ ഇസ് മോഡൽഡ് ആസ് ഇൻഫിനിറ്റ് precision multiplier adder where round of noise is added to the product. Okay, ഈ ആഡറിലോട്ട് റൗണ്ട് ഓഫ് നോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോയ്സിന്റെ വേരിയൻസ് വി നോ ദാറ്റ് 2 raised to minus 2b by 12 or q by 12. ഓക്കെ, q എന്ന സ്റ്റെപ്പ് സൈസ് ആണ്. സോ നോയ്സിന്റെ വേരിയൻസ് q by 12 where q is equal to 2 raised to minus 2b. So 2 raised to minus 2b by 12 ആണ്. b എന്ന നമ്പർ ഓഫ് ബിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫിക്സ്ഡ് പോയിന്റ് പ്രൊഡക്റ്റ് റൗണ്ട് ഓഫ് മോഡൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് റൗണ്ട് ഓഫ് മോഡൽ. ഓക്കെ, so in order to model the effects of rounding due to multiplication digital filter, certain assumptions must be made. ഈ എററിന് കുറച്ച് assumptions ഉണ്ട്. Okay, in first the assumption ആണ് for any n the error sequence e of n is uniformly distributed over the range minus q by 2 to q by 2. അതായത് നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ്. നമ്മുടെ റൗണ്ട് ഓഫ് എറർ ആണെങ്കിൽ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എറർ ആണെങ്കിൽ അതിന്റെ എറർ സീക്വൻസ് ഇ ഓഫ് എൻ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രം ക്യൂ ബൈ ടു ടു ക്യൂ ബൈ ടു, മൈനസ് ക്യൂ ബൈ ടു മുതൽ ക്യൂ ബൈ ടു വരെയാണ് അതിന്റെ എററിന്റെ വാല്യൂ വരുന്നത്. ദിസ് ഇംപ്ലൈസ് ദ മീൻ ഓഫ് ഇ ഓഫ് എൻ ഇസ് 0 ആൻഡ് ഇറ്റ്സ് വേരിയൻസ് ഈസ് 2 raised to minus 2b by 12. ഓക്കെ, ഇനി എററിന്റെ മീന്, ഓക്കെ, എററിന്റെ മീൻ 0 ആണ്. മീൻ ഓഫ് എറർ 0. അത് നമ്മൾ ആ ഒരു വേരിയൻസ് കണ്ടുപിടിക്കാനും വേണ്ടി ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. മീൻ ഓഫ് എററിന്റെ മീൻ ഈക്വൽ ടു 0 ആണ്. പക്ഷെ അതിന് വേരിയൻസ് ഉണ്ട്. വേരിയൻസ് sigma e square is equal to 2 raised to minus 2b by 12. Okay, then second condition is error sequence e of n is a stationary white noise sequence. Okay, stationary white noise sequence ആണ്. Then the third condition is the error sequence e of n is uncorrelated with the signal sequence. Normally നമ്മൾ പറഞ്ഞത് input quantization error പറഞ്ഞ പോലെ തന്നെ it should be uncorrelated with the signal x of n. Okay, thus each noise source is modeled as a discrete stationary white random process with a power density spectrum of 2 raised to minus 2b by 12. അപ്പോൾ ഈ എക്സ് ഓഫ് എൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അൺകോറിലേറ്റഡ് ആണ്. അപ്പോൾ ഓരോ നോയ്സിനും നമ്മൾ കറസ്പോണ്ടിങ് നോയ്സ് ആഡ് ചെയ്യണം ഓരോ മോഡലിനും. ഓക്കെ, ഈച്ച് നോയ്സ് സോഴ്സ് ഈസ് മോഡൽഡ് ആസ് എ ഡിസ്ക്രീറ്റ് സ്റ്റേഷണറി വൈറ്റ് റാൻഡം നോയ്സ്. ഓക്കെ, ഓരോ നോയ്സ് നമ്മൾ ഓരോ ഇതിൽ ആഡ് ചെയ്യണം, വിത്ത് ഓരോ മൾട്ടിപ്ലറിന്റെ കൂടെ ആഡ് ചെയ്യണം, വിത്ത് സ്പെക്ട്രം ഓർ പവർ ഡെൻസിറ്റി സ്പെക്ട്രം അല്ലെങ്കിൽ വേരിയൻസ് ഈസ് 2 raised to minus 2b by 12. ഈ ബ്ലോക്ക് മോഡൽ, ഓക്കെ, ഈ ഒരു മോഡൽ അനുസരിച്ച് നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എഴുതാം, ഡിഫറൻസ് ഇക്വേഷൻ എഴുതാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, സോ ഇവിടെ നമുക്ക് ഇൻപുട്ട് എന്തായിരിക്കും, എക്സ് ഓഫ് എൻ ആണ് ഇൻപുട്ട്. അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ആണ് എക്സ് ക്യൂ ഓഫ് എൻ. ക്വാണ്ടൈസ് ചെയ്ത ഔട്ട്പുട്ട് ആണ് എക്സ് ക്യൂ ഓഫ് എൻ. സോ ഇത് പ്രീവിയസ് ഔട്ട്പുട്ട് ആണ്. സോ കറന്റ് ഔട്ട്പുട്ട് വൈ ഓഫ് എൻ ആണ്. സോ വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു
Okay, y of n is equal to previous output, that is xq of n എന്ന് പറഞ്ഞാൽ നമുക്ക് previous output ആയതുകൊണ്ട് y n minus 1 എന്ന് കൊടുക്കാം. So y of n is equal to ഒരു a multiplication a into y of n minus 1 പ്ലസ് അതിന്റെ ഇൻപുട്ട് എന്തായിരുന്നു എക്സ് ഓഫ് എൻ. സോ നമുക്ക് ഇവിടെ തന്ന ഇൻപുട്ട് എക്സ് ഓഫ് എൻ ആണ്. ഈ എക്സ് ഓഫ് എൻ നമ്മൾ ക്വാണ്ടൈസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ് എക്സ് ക്യൂ ഓഫ് എൻ. എക്സ് ക്യൂ ഓഫ് എൻ അറിയുമ്പോൾ നമുക്ക് ഐ എഫ് എൻ്റെ ഔട്ട്പുട്ട് ആണ്. സോ പ്രീവിയസ് ഔട്ട്പുട്ട് ആയതോട് y n minus 1 കൊടുക്കാം ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ a. സോ ഈ ഒരു കറസ്പോണ്ടിങ് ഫിഗറിന്റെ ഡിഫറൻസ് ഇക്വേഷൻ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. സോ ഔട്ട്പുട്ട് y of n is equal to okay a multiplication factor a into y of n minus 1. okay a1 into y of n minus 1 plus input x of n. okay so ഈ രീതിയിൽ അങ്ങനെ എഴുതാം. സോ ഈ ഒരു ഇതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം, ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരക്കാം. സോ ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ ഫോർ ഫസ്റ്റ് ഓർഡർ, ഇതൊരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ആണ്. ഈ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെ ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡലാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഏത് സിസ്റ്റത്തിന്റെയും നോയ്സ് മോഡൽ നമുക്ക് എഴുതാൻ പറ്റും. ഇൻ ദിസ് ഡയഗ്രാം ഫൈനൈറ്റ് ക്രിസ്റ്റൽ മൾട്ടിപ്ലയർ ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ ആൻ ഐഡിയൽ മൾട്ടിപ്ലയർ ആൻഡ് അഡീഷൻ റൗണ്ട് ഓഫ് നോയ്സ്. ഓക്കെ, റൗണ്ട് ഓഫ് നോയ്സ് അഡീഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ഈ മൾട്ടിപ്ലയറിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓക്കെ ഐഡിയൽ മൾട്ടിപ്ലയർ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഫറൻസ് ഇക്വേഷൻ റിയലൈസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് y of n ആണ് ഔട്ട്പുട്ട്. സോ y of n is equal to x of n പ്ലസ് ഓക്കെ ഇൻപുട്ട് പ്ലസ് x of n പ്ലസ് y of n മൈനസ് 1 എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ എടുക്കും, y of n എന്ന് എടുത്തു. n മൈനസ് 1 എന്ന് പറയുമ്പോൾ ഒരു ഡിലേ കൊടുത്തു z ഇൻവേഴ്സ്, പിന്നെ ഒരു കോൺസ്റ്റന്റ് a1 എന്നിട്ട് നേരെ x of n ലോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ഇല്ല എങ്കിൽ നേരെ x of n കൊടുക്കും. പക്ഷെ ഇവിടെ ഒരു എന്തുണ്ട്, a1 y of n മൈനസ് 1ന്റെ ഈ ഭാഗത്ത് ഇതിലോട്ട് എന്ത് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു എററും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു എററും കൂടി എക്സ്ട്രാ കൊടുക്കാം. ഈ ഒരു മൾട്ടിപ്ലയറിന്റെ കൂടെ ആയിരിക്കും എപ്പോഴും എറർ ഉണ്ടാവും, അങ്ങനെ ആലോചിച്ചാൽ മതി. സോ a1ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് എറർ വരുന്നത്, ഒരു എററും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തു, എന്നിട്ട് എക്സ് ഓഫ് എന്നിലോട്ട് കൊടുത്തു. സോ ദിസ് ഇസ് ദ ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ ഫോർ ദ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം. ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെ നോയ്സ് മോഡലാണ്. ഇനി നമുക്ക് ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ ഫോർ സെക്കൻഡ് ഓർഡർ സിസ്റ്റം നോക്കാം വിത്ത് 5 നോയ്സ് സോഴ്സസ്. നോയ്സ് 5 എണ്ണം വേണം. അത് എങ്ങനെ 5 ഉള്ളത് എന്താന്ന് വെച്ചാൽ എത്രയോ കോൺസ്റ്റന്റ് അത്രയും നോയ്സ് ഉണ്ടാവും. അതായത് ഫസ്റ്റ് നമ്മൾ ഇതാണ് നമ്മുടെ ക്വാണ്ടൈസേഷൻ നോയ്സ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൽ. ഓക്കെ, സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൽ ഒരു എക്സ് ഓഫ് എൻ വന്ന് ഏതോ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്. എക്സ് ഓഫ് എൻ ഇങ്ങനെ ഒരു മോഡൽ ഉണ്ട്, എക്സ് ഓഫ് എൻ. ഓക്കെ, ഈ ഇതൊന്നും ഇല്ലാന്ന് കൺസിഡർ ചെയ്താൽ നമുക്ക് നോർമലി ഒരു എക്സ് ഓഫ് എൻ ഇതെല്ലാം പ്ലസ് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് എന്താ ചെയ്യുക, എക്സിന്റെ വാല്യൂ എക്സ് ഓഫ് എൻ മൈനസ് 1 a1. ഓക്കെ, a1 എക്സ് ഓഫ് എൻ മൈനസ് 1 വീണ്ടും പ്ലസ് ചെയ്തു, പ്ലസ് ഇവിടെ എന്തായിരിക്കും a2 എക്സ് ഓഫ് എൻ മൈനസ് 1 പ്ലസ് ഇതെല്ലാം ഇതിലോട്ട് പ്ലസ് ചെയ്തു. ഇതിന്റെ കൂടെ എന്ത് പ്ലസ് ചെയ്യണം, y of n മൈനസ് 1 b1 y of n മൈനസ് 1 പ്ലസ് b2 y of n മൈനസ് 2. ആ ഒരു ഫോമിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കൂടെയൊക്കെ നോയ്സ് ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ ആഡ് ചെയ്യണം. സോ നോയ്സ് ആഡ് ഞാൻ പറഞ്ഞു ഈ ഒരു മൾട്ടിപ്ലയറിന്റെ കൂടെയാണ് നോയ്സ് ഉണ്ടാവുക. സോ ഹിയർ a0 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു മൾട്ടിപ്ലയർ ആണ്. സോ a0ന്റെ തൊട്ടടുത്ത് നമുക്ക് a0 നേരെ ഒരു നോയ്സിലോട്ട് കൊടുക്കാം വിത്ത് e0 of n. ഓക്കെ, ഒരു ഇൻപുട്ട് കൊടുത്തു. എത്ര കോൺസ്റ്റ് മൾട്ടിപ്ലയേഴ്സ് ഉണ്ട് നോക്കി, ഇവിടെ a1, അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ e1 കൊടുത്തു, a2ന്റെ കൂടെ ഒരു e2 കൊടുത്തു. ഓക്കെ, b1ന്റെ കൂടെ ഒരു നോയ്സ് e3 കൊടുത്തു, p2ന്റെ കൂടെ e4 കൊടുത്തു. അപ്പൊ ടോട്ടൽ നമുക്ക് 5 നോയ്സ് കിട്ടും, കാരണം 5 മൾട്ടിപ്ലയേഴ്സ് ഉണ്ട്. റൈറ്റ്, ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. ഇതാണ് സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ. ഇത് ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെ ക്വാണ്ടൈസേഷൻ മോഡൽ. ഒരു ഓർഡറേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ ഇവിടെ a1. ഓക്കെ, then next figure 7.10b shows a block diagram of second order. This is the figure. Digital filter where each finite precision multiplier has been replaced by an ideal multiplier and an additive round of noise. ഓരോ ഫൈനൈറ്റ് മൾട്ടിപ്ലയറിന് പകരം ഒരു ഐഡിയൽ മൾട്ടിപ്ലയറും അതിന്റെ കൂടെ എന്തുകൂടെ ഒരു എററും കൂടി ആഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിൻസ് ഓൾ ദ നോയ്സ് സോഴ്സസ് ആർ ആഡഡ് അറ്റ് ദ സെയിം പോയിന്റ് ഇൻ ദ ഫിൽട്ടർ, all these sources can be replaced by a single noise source, that is E of n. That is E of n is equal to E1 of n plus E2 of n plus etc. plus E0 n plus E4 of n with the zero mean. Okay, mean is 0 ആണ്, ആൻഡ് വാരിയൻസ് പറയുമ്പോൾ E0 സ്ക്വയർ, ഇവിടെ E0 of n ഉണ്ട് കേട്ടോ, E0 of n, E1 of n, E2 of n etc. E4 of n. എന്നാലും 4 എറേഴ്സ് വരുന്നുള്ളൂ. വിത്ത് ദെയർ വാരിയൻസ് സിഗ്മ 0 square, sigma 1 square, etc. sigma 4 square, which is equal to എത്ര വാരിയൻസ് ഉണ്ട്, 5 ഉണ്ട്, 5 into 2 raised to minus b by 12. ഓക്കെ, വാരിയൻസ് ഓഫ് 1ന്റെ ഒരു എററിന്റെ വാരിയൻസ് ആണ് 2 raised to minus 2b by 12. സോ 5 എറേഴ്സ് ഉണ്ടായതുകൊണ്ട് 5 into എന്ന് കൊടുത്തു. ഓക്കെ,
ഇനി എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഓരോ എറേഴ്സും, സോ ഈ A0ന്റെ ഇവിടെ ഒരു എറർ, ഇവിടെ എറർ, അങ്ങനെ ഈ എല്ലാ എററും, ഈ ഭാഗത്തുള്ള എല്ലാ എററും പോയിട്ട് ഈ ഒരു ആഡറിലോട്ടാണ് വന്ന് എത്തിച്ചേരുന്നത്. സിമിലർലി ഇവിടെയുള്ള എല്ലാ എറേഴ്സും പോയിട്ട് ഈ ഒരു ആഡറിലാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ എല്ലാ എററിനെയും റീപ്ലേസ് ചെയ്ത് ഒരു സിംഗിൾ എറർ ആക്കിയിട്ട് ഡയറക്ട്ലി ഈ ഒരു സമ്മിലോട്ട് എറർ കൊടുത്താൽ നമുക്ക് അത് ഇതിനോട് ഈക്വൽ ആണ്. അതാ പറഞ്ഞത്, ആ സിംഗിൾ എറർ ഇസ് ഈക്വൽ ടു സം ഓഫ് ദീസ് ഓൾ എറർ. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ വേരിയൻസും സിംഗിൾ എററിന്റെ വേരിയൻസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ദ വേരിയൻസ് ഓഫ് ഓൾ ദ എറേഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോമാറ്റ് ആണ്, സെയിം സംഭവമാണ്. ഇവിടെയുള്ള എറേഴ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സിംഗിൾ EON കൊടുത്തു. EON ഇസ് ദ അഡീഷൻ ഓഫ് ദീസ് 5 എറേഴ്സ്. ഓക്കെ, സോ ഇവിടെ ഒരു എറർ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഈ 5 എറേഴ്സും കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരു EON എറർ കൊടുത്തു. ഓക്കെ, ഇതാണ് ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ ഓഫ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഇൻ സിംഗിൾ നോയ്സ്. ഒരു സിംഗിൾ നോയ്സ് വെച്ചിട്ട് ഇവിടെ 5 നോയ്സും ഒരുമിച്ച് കൊടുത്തിട്ട് ഇതിനെ 5 നോയ്സിനെ റെഡ്യൂസ് ചെയ്ത് സിംഗിൾ നോയ്സ് ആയിട്ട് കൊടുത്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിന്റെ കാസ്കേഡഡ് മോഡൽ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിത് കണ്ടാൽ ഇത് ഡയറക്റ്റ് ഫോമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് ഫോം 2 ആണെങ്കിൽ Z ഇൻവേഴ്സ് ഒക്കെ സെന്ററിൽ വന്നിരുന്നേനെ. ഇത് ഡയറക്റ്റ് ഫോം 1ലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാസ്കേഡഡ് ഫോമിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഈ സെയിം സംഭവത്തിൽ നമുക്ക് കണ്ടോ X(n)ഉം അതുപോലെ തന്നെ A0യും ഒന്ന് ആഡ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ഇതിൽ നമുക്ക് എന്തെടുക്കാം, X(n)ഉം E0(n)ഉം ആഡ് ചെയ്തു. പ്ലസ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ, ഈ ഒരു A1 A2 എന്നാണ്. സോ A11 A2. അപ്പോൾ കാസ്കേഡ് എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു E0(n) കൊടുത്തു, ഇവിടെ B11 വരുമ്പോൾ ഇവിടെ E1(n). അപ്പോൾ Z ഇൻവേഴ്സ് ഞാൻ സെൻറ്ററിൽ വരുമ്പോൾ നമുക്കറിയാം ഇതെന്ത് ഫോമാണ്. ഓക്കെ, ഇത് വേറെ ഒരു ഫോമാറ്റ് ആട്ടോ. ഇത് എന്ത് ഫോമാണ്, ദിസ് ഇസ് ഡയറക്റ്റ് ഫോം 2 ഫോം. ഇവിടെ ഒരു E2(n) കൊടുത്തു. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്നു. ഓക്കെ, അങ്ങനെ കാസ്കേഡ് ഫോമാണ്. ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ് H1(n), H1(z), H2(z) ആൻഡ് ദിസ് ഇസ് X3(z). 3 സംഭവത്തിനും കാസ്കേഡ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആട്ടോ. ഇപ്പൊ നോർമൽ എക്സാമ്പിളും കാസ്കേഡ് ഫോമിലും ചെയ്യാം. കാസ്കേഡ് ഫോമിലും ചെയ്യുകയാണെങ്കിലും എവിടെയാണോ നമ്മുടെ മൾട്ടിപ്ലയർ വരുന്നത് അവിടെയാണ് E0(n) വരുന്നത്. സോ ഹിയർ ഇസ് ദ മൾട്ടിപ്ലയർ, സോ വി ഹാവ് E1(n). Here is the multiplier here and here is the multiplier. മൾട്ടിപ്ലയറിന്റെ കൂടെ തന്നെയാണ് നമ്മുടെ ഈ എറർ സിഗ്നലും വരുന്നത്. ഓക്കെ, there are 5 noise sources in the realization. Okay, the noise sources are added at different points and they do not see the same noise transfer function, that is the transfer function from the noise source to the filter output. അതായത് നമ്മൾ നോർമലി അവിടെ പറഞ്ഞ പോലെ ഇവിടെ എല്ലാ നോയ്സും ഡയറക്ട്ലി ഈ ഒരു ആഡറിലോട്ട് വരികയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്ത് ഇവിടെ ഡയറക്ട്ലി ഒരു ആഡറിലോട്ടല്ല വരുന്നത്. ഇത് ഈ ഒരു നോയ്സ് ഈ ആഡറിലോട്ടും ഈ ഒരു നോയ്സ് വരുന്നത് ഈ ആഡറിലോട്ടുമാണ്. അപ്പോൾ ഡിഫറെന്റ് പൊസിഷനിലാണ് ഇവിടെ നോയ്സ് കൊടുത്തത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാസ്കേഡ് ഫോമിൽ കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് kth noise. Okay, consider the kth noise of source Ek(n). If Hk(n) is the filter impulse response from the noise source to the filter output, the response due to noise source Ek(n) can be obtained by the convolution. Okay, നമ്മൾ Ek(n) നമ്മുടെ ലാസ്റ്റ് നോയ്സ് ആണെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ Ek(n)ന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് കാണാനുള്ള ഇക്വേഷൻ ആണ് അടുത്തത് എഴുതിയത്. ഓക്കെ, സോ this is epsilon k(n) is equal to sigma m equal to 0 to n Hk(m) into Ek(n) minus n. So ഈ Ek(n)ന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണ് m equal to 0 to n. Hk(n) ആണ് അതിന്റെ ഇമ്പൾസ് റെസ്പോൺസ്. സോ Hk(m) into Ek(n) minus m ജനറൽ ഇക്വേഷൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് വാരിയൻസ് കണ്ടുപിടിക്കാം. സോ വാരിയൻസ് സിഗ്മ 0 k സ്ക്വയർ is equal to expectation of sigma m equal to 0 to n Hk(n) Ek(n) minus m, sigma l equal to 0 to n Hk(l) Ek(n) minus l. ഓക്കെ, സോ ഇതിൽ Hk(m)നും അതുപോലെ തന്നെ Hk(l) അപ്പോൾ രണ്ടെണ്ണാക്കി എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് Hk(m) Kn minus m ഉണ്ടാവും, Hk(l) അറിയുമ്പോൾ n minus l ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വാരിയൻസ് കൊടുക്കുമ്പോൾ നോയ്സ് വാരിയൻസ് എടുക്കുമ്പോൾ സ്ക്വയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ട് വേരിയബിൾ ആക്കി കൊടുത്തു. ഇനി നമുക്ക് m equal to 0 to n ഈ സമ്മേഷൻ രണ്ടുപേരും സൈഡിലോട്ടും ഈ Hk(m)ഉം Hk(l) ഒരു സൈഡിലോട്ട് കൊടുത്തു. ബാക്കി എക്സ്പെക്ടേഷൻ ഓഫ് Ek(n) മൈനസ് m ഇൻറ്റു Ek(n) മൈനസ് l കിട്ടി. റൈറ്റ്, ഇതിന് എററിന്റെ ഫംഗ്ഷൻ മാത്രം എക്സ്പെക്ടേഷൻ കൊടുത്തു. ദെൻ നെക്സ്റ്റ് m equal Hk(m) ഇൻറ്റു Hk(l). ഈ ഒരു സംഭവം എക്സ്പെക്ടേഷൻ ഓഫ് എറർ എന്ന് പറയുമ്പോൾ ഡെൽ ആണ്. സോ ഡെൽ ഓഫ് expectation of n minus m into error of k. So ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, del of l minus m
ഇൻറ്റു സിഗ്മ ഇ സ്ക്വയർ എന്ന് എഴുതാം. സോ സിഗ്മ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എറർ ഓഫ് ദ നോയ്സ് ആണ്. ഓക്കെ, സോ എൽ മൈനസ് ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് എക്സ്പെക്ടേഷൻ ഓഫ് ഈ വാല്യൂ റെഡ്യൂസ് ചെയ്തിട്ട് ഡെൽ ഓഫ് എൽ മൈനസ് എം ഇൻറ്റു സിഗ്മ ഇ സ്ക്വയർ കൊടുത്തു. ദെൻ നെക്സ്റ്റ് സിഗ്മ ഇ സ്ക്വയർ ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് ദ നോയ്സ് ഇൻറ്റു ഇവിടെ എം ഈക്വൽ ടു എൻ എന്നുള്ള ഫോമാറ്റ് കൊടുത്തു. ഡെൽ ഓഫ് എൽ മൈനസ് എം ഈക്വൽ ടു 1 വരണമെങ്കിൽ ഫോർ എൽ ഈക്വൽ ടു എം, ഫോർ എല്ലിന്റെ വാല്യൂ ഈക്വൽ ടു എം ആണെങ്കിൽ ഡെൽ ഓഫ് എൽ മൈനസ് 1 വിൽ ബിക്കം 1. ദാറ്റ് ഈസ് ഡെൽ വാല്യൂ വരുമ്പോൾ 0 മാത്രമേ 1 ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. സോ എൽ ഈക്വൽ ടു എം ആകുമ്പോൾ ഡെൽ ഓഫ് 0 കിട്ടും. സോ ഡെൽ ഓഫ് 0 എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഹിയർ. സോ ഡെൽ ഓഫ് എൽ മൈനസ് എം ഇസ് 1 ആൻഡ് എം ഈക്വൽ ടു എൽ, എം എൽ ഈക്വൽ ആണ്. സോ ഇതിന് എമ്മിനും എല്ലിനും പകരം ഞാൻ എം തന്നെ ഇട്ട് കൊടുത്തു. സോ വി ഗെറ്റ് എച്ച് കെ ഓഫ് ഇറ്റ് ഇസ് കെ സ്ക്വയർ ഓഫ് എം. സോ രണ്ട് സമ്മേഷൻ്റെ ആവശ്യമില്ല. സിഗ്മ ഇ സ്ക്വയർ സമ്മേഷൻ എം ഇസ് ഈക്വൽ ടു 0 to n. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കറിയാം സിഗ്മ ഇ സ്ക്വയർ എന്ന എററിന്റെ വേരിയൻസ് 2⁻²b/12. ഓക്കെ, then sigma 0k square is equal to sigma e square into sigma m equal to 0. m-ന്റെ വാല്യൂ ഇൻഫിനിറ്റി വരെ റേഞ്ച് ചെയ്യുകയാണെങ്കിൽ the steady state noise variance. Okay, the steady state noise variance is given by tending m equal to infinity. We have m equal to 0 to infinity h square of m. Okay, ഈ ഒരു ഇതിൽ നമ്മൾ ലിമിറ്റ് മാത്രം ചേഞ്ച് കൊടുത്തു, m-ന്റെ വാല്യൂ ഇൻഫിനിറ്റി വരെ കൊടുത്തു. ഓക്കെ, then this is the steady state noise. ഇതാണ് ഒരു steady state noise. ഇനി total steady state noise variance എങ്ങനെയാണ്? ടോട്ടൽ ആയിട്ടുള്ള steady state noise variance സിഗ്മ 0 സ്ക്വയർ ആണ്, which is equal to സിഗ്മ k into സിഗ്മ 0k whole square. അപ്പോൾ ഓരോന്നിൻ്റെയും വേരിയൻസ് കണ്ടാൽ മതി. ടോട്ടൽ നോയ്സ് വേരിയൻസ് കിട്ടണമെങ്കിൽ ഓരോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെയും സെപ്പറേറ്റ് വേരിയൻസ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് ദ ടോട്ടൽ സ്റ്റഡി സ്റ്റേറ്റ് വേരിയൻസ്. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് വേരിയൻസ്. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ടോട്ടൽ സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് വേരിയൻസ്. ദാറ്റ് ഇസ് സിഗ്മ 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ k സിഗ്മ 0k സ്ക്വയർ. ഈ സിഗ്മ 0k സ്ക്വയർ എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ അതിനെ ഈ ഫോമാറ്റിലോട്ട് എഴുതാം. അതായത് ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ നോയ്സിൽ ചെയ്ത പോലെ തന്നെ സിഗ്മ 0k സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ into 1/2 pi j closed integral hk of z into hk of z inverse dz. Okay, അത് സെയിം ക്വസ്റ്റ്യൻ, സെയിം ഇക്വേഷൻ തന്നെയാണ്. hk of z is defined as the noise transfer function. നമുക്ക് തന്നിട്ടുള്ള നോയ്സിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ hk of z. hk of z ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് കണ്ട് z ഇൻവേഴ്സിനോട് മൾട്ടിപ്ലൈ ചെയ്ത് dz ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് വേരിയൻസ് സിഗ്മ 0k സ്ക്വയർ. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അതിന്റെ ബേസിൽ ഒരു പ്രോബ്ലം ചെയ്യാം. റിയലൈസ് ദ ഫസ്റ്റ് ഓർഡർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of z is equal to 1/1 minus a z inverse and its quantization noise model. Find the steady state noise power due to product round off. ഈ പ്രോഡക്റ്റ് റൗണ്ട് ഓഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് കാണാം. വാട്ട് ഈസ് സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ്? ദാറ്റ് ഇസ് സിഗ്മ 0k ആണ് സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ്. നമുക്ക് തന്നിട്ടുണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of k is equal to 1/1 minus a z inverse. ഓക്കെ, സോ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ റിയലൈസ് ചെയ്യാണ്? h of z is equal to 1/1 minus a inverse, that is y of z by x of z is equal to this. So y of z equal to a z inverse y of z plus x of z അങ്ങനെ കിട്ടും. ഇവിടുന്ന് y of z is equal to, അതായത് ഈ ഒരു h of z നമുക്ക് y of z by x of z ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. സോ 1/a1 z inverse അല്ലേ. സോ ദിസ് ഇസ് y1 of z. ഈ y1 of z ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് y1 of z മൈനസ് y1 of z a1 z inverse is equal to denominator x of z. Okay, then y1 of z is equal to y of z is equal to x of z plus a1 ഈ ഒരു കേസിൽ. സോ അതിലും അങ്ങനെ തന്നെ. So we get y of z is equal to x of z plus a z inverse y of z. So x of z, so x of n plus then a z inverse y of n. So y of n minus 1 കൊടുക്കുന്നത്. സോ y ഒന്ന് ഒരു ഔട്ട്പുട്ട് എടുക്കുക, z ഇൻവേഴ്സ് കൊടുക്കുക, പിന്നെ അതിന്റെ കോൺസ്റ്റന്റ് a. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെ റിയലൈസേഷൻ. ഇതിന്റെ നോയ്സ് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ, ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെ നോയ്സ് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ഈ ഒരു കോൺസ്റ്റന്റിന്റെ അടുത്ത് ഇവിടെ ഒരു നോയ്സ് ആഡ് ചെയ്യുക, ഒരു എറർ ആഡ് ചെയ്യുക. എറർ റിയലൈസേഷൻ പറയുമ്പോൾ ഇവിടെ ഒരു എറർ ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫോം.
Okay, this is the quantization noise model. Quantization noise model എന്ന് പറയുമ്പോൾ സെയിം ഫിഗറിന് ഇവിടെ ഒരു പ്ലസ് ഇട്ടിട്ട് ഒരു എറർ ഇ ഓഫ് എന്നെ ആഡ് ചെയ്താൽ മതി quantization noise model കിട്ടാൻ. Okay, now സിഗ്മ സീറോ സ്ക്വയർ നമുക്ക് ആ ഒരു വാല്യൂ അറിയാം. Okay, sigma zero square is equal to sigma zero square which is sigma zero square is equal to sigma e square into 1 by 2 pi j closed integral h of z into h z inverse dz. Okay, നമ്മുടെ normal equation. Okay, steady state noise variance കാണാനുള്ള equation. Then ഇതിൽ നിന്ന് we have h of z is equal to നമുക്ക് h of z തന്നിട്ടുണ്ട് 1 by 1 minus a z inverse. Okay, I'll subset it already given. Then we have to find h of z inverse from here. So h of z inverse is equal to 1 by 1 minus a z inverse that is a z. So h of z 1 by 1 minus a z inverse and h of z inverse we get 1 by 1 minus a z. Okay, in ഇതിലോട്ട് substitute ചെയ്താൽ മതി. Now we get sigma 0 square is equal to sigma e square into 1 by 2 pi j closed integral 1 by 1 minus a z inverse into 1 by 1 minus az into z inverse dz. Okay, ഇത് നമുക്ക് റെസിഡ്യൂ ഫോം വെച്ചിട്ട് ചെയ്യാം. സോ റെസിഡ്യൂ ഫോം ചെയ്യുമ്പോൾ ഇവിടെ z takes values z equal to a and z equal to 1 by a. Okay, z equal to a യും z inverse equal to a യും എന്നുള്ള ഫോമാറ്റിൽ ഇവിടെ z ഉണ്ട്, ഇവിടെ z inverse ഉണ്ട്. സോ z equal to a യും z inverse equal to a യും, അതായത് z equal to a യും z equal to 1 by a എന്നുള്ള ഫോമാറ്റിൽ നമ്മൾ ചെയ്യാം. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ 1 by 2 pi j ഇവിടെ ഉണ്ടാവില്ല ഈ റെസിഡ്യൂ ഫോമാറ്റിൽ. സോ സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു റെസിഡ്യൂ ഓഫ് h of z inverse ടു പോൾ z equal to a, അതുപോലെ തന്നെ ഡ്യൂ ടു പോൾ z equal to 1 by a. ഈ ഡ്യൂ ടു പോൾ z equal to 1 by a എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും, ബിക്കോസ് 1 by a ഈസ് ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ, സോ ഇറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ. അപ്പോൾ ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ z equal to a എന്നുള്ള ടേം കൊടുക്കുന്നത്. സോ വി ഹാവ് സിഗ്മ സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു ഫോർ z equal to a എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റൂട്ട് കിട്ടും. ഓക്കെ, ഒരു പോൾ കിട്ടും. z equal to a ഒരു പോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ വി ഗെറ്റ് z മൈനസ് a. സോ ദിസ് ഇസ് z മൈനസ് a. z മൈനസ് a ഇൻറ്റു ഓക്കെ ഇതാണ് ചെയ്യാനുള്ളത്. z മൈനസ് a ഇൻറ്റു ദിസ് z ഇൻവേഴ്സ് എന്നുള്ളത് ഡിനോമിനേറ്റർ കൊടുത്തു. ഓക്കെ, ഈ ഒരു ഇതിൽ നമുക്ക് ഇവിടെ ന്യൂമറേറ്ററിൽ ഉള്ളത് z inverse മാത്രമാണ്. സോ z minus a into z inverse all divided by 1 minus a z inverse into 1 minus a z inverse. ഓക്കെ, സോറി 1 minus a z. ഓക്കെ, ഈ ഒരു ഫോമാറ്റിൽ കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ z മൈനസ് എ എന്ന് ഒരു z-നെ പുറത്തെടുക്കാം, ഇതിന് മാത്രം. സോ z-നെ പുറത്തെടുത്താൽ വി ഗെറ്റ് 1 മൈനസ് a by z, that is 1 minus a z inverse. ഈ 1 minus a z inverse ഉം 1 minus a z inverse ഉം ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ ഇവിടെ നമ്മൾ z-നെ പുറത്തിട്ടുണ്ട്. സോ z raised to 1 into z raised to minus 1, അതും നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയി. നൗ വി ഗെറ്റ് സിഗ്മ ഇ സ്ക്വയർ ബൈ 1 മൈനസ് എ സെഡ് എന്ന് കിട്ടും. ഓക്കെ, സിഗ്മ ഇ സ്ക്വയർ ബൈ 1 മൈനസ് എ സെഡ് എന്ന് കിട്ടും. എ സെഡിന് z equal to a വാല്യൂ കൊടുക്കുമ്പോൾ വി ഗെറ്റ് 1 മൈനസ് എ ഇൻറ്റു എ, ദാറ്റ് ഈസ് 1 മൈനസ് എ സ്ക്വയർ. സോ സിഗ്മ ഇ സ്ക്വയർ ഇൻറ്റു 1 ബൈ 1 മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. 1 മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. സോ സിഗ്മ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 raised to minus 2b by 12 ആണ്. സോ വി ഗെറ്റ് ദ ഫൈനൽ ആൻസർ ഹാസ് സിഗ്മ സീറോ സ്ക്വയർ, ദാറ്റ് ഈസ് സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് വേരിയൻസ്, product noise variance sigma 0 square is equal to 2 raised to minus 2b by 12 into 1 by 1 minus a square. Okay, ഇതാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. സോ ദാറ്റ്സ് all about product quantization error, and also that's all about today's class. Thank you. Have a nice day.